ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ബട്ടർ ഗാർലിക് പ്രോൺസ് ആയാലോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നല്ലൊരു ബട്ടർ ഗാർലിക് പ്രോൺസ് അധികം മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കാരച്ചെമ്മീൻ എന്ന് പറയും. ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ, നല്ല വലിയ ചെമ്മീൻ കൊണ്ട് നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഡിഷ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് മാത്രം പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് പുരട്ടിയിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ഉപ്പ് പിടിക്കുന്നവരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ, എന്താണെന്ന് വെച്ചാൽ ബട്ടർ ഇങ്ങനെ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂണോളം ഓയിലും കൂടെ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റായി വരുമ്പോൾ സ്മോക്കായി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടായി വരട്ടെ, ബട്ടർ ഒന്ന് ഉരുകി ചൂടായി വരട്ടെ. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 10 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കതിനെ എന്നിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കാം. അധികം ഒന്നും ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി ഒന്ന് റെഡിയാക്കി. അപ്പോൾ ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ബട്ടറിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ആ ബട്ടർ മെൽറ്റായി വരുന്ന ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കിടന്ന ബട്ടറിലും ഇതിലും കിടന്ന് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ പ്രോൺസിൽ ഞാൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ കണ്ടോ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് ഓറഞ്ചായിട്ട് വരണം. അപ്പോൾ ഒരു സൈഡൊന്ന് ഓറഞ്ചായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ ഇതിന് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്കറിയാലോ കുക്കിംഗ് ടൈം എത്രയുണ്ടെന്ന്. ചെമ്മീന് ജസ്റ്റ് 3 മിനിറ്റ്സേ ഉള്ളേ. അപ്പം എന്നാലും നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ചെമ്മീൻ കുക്കായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനൊരു ഹാർഡായി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മിനിറ്റ്സ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. ഈ സൈഡ് ഓറഞ്ച് കളറായി. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ഹൈ ഹീറ്റിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസൊക്കെ വെളിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അങ്ങനെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെയൊക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ എല്ലാത്തോട്ടും ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് 10 മിനിറ്റ് നമ്മൾ ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്തത്. എന്നാലും കുറച്ചും കൂടെ ഉപ്പ് വേണം. കണ്ടോ, ഇതൊക്കെ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. കണ്ടോ, കളറ് മാറുമ്പോൾ നമുക്കറിയാം. എല്ലാം കുക്കായി കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെപ്പറും കൂടെ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പെപ്പറും ചില്ലി ഫ്ലേക്സും അധികം വേണ്ട, ജസ്റ്റ് ഒരു എരിവ് മതി. ഒരു ക്വാണ്ടിറ്റി ഡിഷാണല്ലോ, അപ്പോൾ നമുക്കധികം സ്പൈസി ആക്കണ്ട. അതിനെ യോജിപ്പിക്കുക. എല്ലാത്തോട്ടും ആ എരിവ് ഒക്കെ ഒന്ന് പിടിക്കട്ടെ. പെപ്പർ ചെമ്മീനിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ചില്ലി ഫ്ലേക്സും അത് ലാസ്റ്റ് അഴിയാൽ മതി, അല്ലെങ്കിൽ ആ ചില്ലി ഫ്ലേക്സ് കരിഞ്ഞു പോകും. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടെ ഒന്ന് യോജിച്ച് മിക്സാകും. ഒന്നും കൂടെ ഇതിൻ്റെ സ്വാദ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം മതിയാവും. ജസ്റ്റ് അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് നമുക്കിനി അടുപ്പൊന്ന് ഓക്കെ. ഇനി ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില. ഞാനിപ്പോൾ മല്ലിയിലയാണ് ഇട്ടേക്കുന്നത്. പാഴ്സ്ലി ലീവ്സ് കിട്ടുമെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ബട്ടർ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.